മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം യേശുവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ സുവിശേഷത്തെ നാം ലോകമെങ്ങും ഉദ്ഘോഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് നമ്മളുടെ ജീവിത രീതി കൊണ്ടും നമ്മുടെ കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയെ അനുസരിച്ചുകൊണ്ടും തിരുസഭ നമ്മൾക്കായി നൽകിയ പാപപരിഹാര ബലിയുടെ ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുമ്പോഴും ആ ബലിയർപ്പിക്കുന്ന നാം എല്ലാവരുമാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് ദിവ്യബലി കർത്താവ് അനുശാസിച്ച രീതിയിൽ അർപ്പിക്കുമ്പോൾ മാത്രമാണ് ആ ദിവ്യബലിയുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയും നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്തത്. എന്നാൽ ഇന്ന് കർത്താവിനെതിരെയും കർത്താവ് സ്ഥാപിച്ച സഭയ്ക്കെതിരെയും പ്രവർത്തിക്കുന്ന പുരോഹിതർ അർപ്പിക്കുന്ന ബലി ആർക്ക് അർപ്പിക്കുന്ന ബലിയാണെന്ന് നാം തിരിച്ചറിയാനുള്ള സമയമാണ്. കാരണം പിതാവിനെ സ്നേഹിക്കണമെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല എന്ന് വചനം നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:15 മുതലുള്ള വാക്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ട വചനഭാഗമാണത്. എന്തെന്നാൽ കാൽവരി മലയിലെ വിശുദ്ധ കുരിശിൽ ദൈവപുത്രനായ യേശുവിനെ ക്രൂശിച്ചപ്പോൾ കുരിശിൻ ചൂട്ടിൽ യേശുവിനെ നിന്ദിക്കുകയും തുപ്പുകയും അവഹേളിക്കുകയും ചെയ്തവരെ പോലെ ഇന്ന് പിതാവായ ദൈവത്തിന് യേശു ദിവ്യബലി അർപ്പിക്കുവാൻ ആഗ്രഹമാകുമ്പോൾ ബലിപീഠത്തിൽ തിരുസഭ അനുശാസിക്കുന്ന ദിവ്യബലി അർപ്പിക്കാതെ, അനുസരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദിവ്യബലി അർപ്പിക്കാതെ തിരുസഭയാവുന്ന യേശുവിനെ നിന്ദിക്കുകയും തുപ്പുകയും അവഹേളിക്കുകയും തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നവരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന വിമതരായ ഇടയന്മാരെ, പുരോഹിതരെ, സന്യസ്തരെ, ജനമേ, നിങ്ങൾക്ക് ആത്മാവിൽ നാശം സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ സഭ അധികാരികളെ, നിങ്ങൾ ഇവയ്ക്കെല്ലാം മൗനമായ അംഗീകാരം നൽകിക്കൊണ്ട് നിങ്ങളുടെ അധികാരത്തിനും നിങ്ങളുടെ സുഖലോലുപതയ്ക്കും നിങ്ങളുടെ വസ്ത്രം അണിഞ്ഞ് ലോകത്തെ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾ പറയുമ്പോഴും കർത്താവ് അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച ദിവ്യബലി അർപ്പിക്കാത്തവരെ നിങ്ങൾ മൗനമായി അംഗീകാരം നൽകുമ്പോൾ നിങ്ങൾ കർത്താവിനെയല്ല, കർത്താവിനെതിരെയുള്ള ശക്തിക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന സത്യം നിങ്ങൾ തിരിച്ച് അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിൽ പരിശുദ്ധാരൂപി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇവയെല്ലാം ചെയ്യുന്നത്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്നും ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടാവുകയില്ല. ആയതിനാൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം തിരുവസ്ത്രമല്ല, ഇതിൽ കറകൾ പുരണ്ട വസ്ത്രമാണെന്നറിയുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത്രയും ഇങ്ങനെ പറയുവാനായിട്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ധൈര്യവും എന്നിലേക്ക് വർഷിച്ചതുകൊണ്ട് മാത്രം ഞാനിത് സംസാരിക്കുന്നത്. നിങ്ങൾ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് ബലിപീഠത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു ബലിപീഠത്തിൽ വച്ച ശേഷം നിന്റെ സഹോദരനോട് രമ്യപ്പെട്ടതിന് ശേഷം തന്നെയാണോ ദിവ്യബലി അർപ്പിക്കുന്നത്? നിങ്ങൾ മറ്റുള്ളവരെയും ദുഷ്പ്രേരണ നൽകി നിത്യനാശത്തിലേക്ക് നയിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാക്കളെ ദൈവം രക്ഷിക്കും. അതല്ല, 2 തെസ്സലോനി 2:11 കർത്താവായ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്
ദൈവത്തിന് ഉചിതരല്ലാത്ത ജനത്തെ അവർക്ക് ദൈവം തന്നെ മിഥ്യാബോധം കൊടുത്ത് നിത്യനാശത്തിലേക്ക് അയക്കുമെന്നുള്ള സത്യം സന്യസ്തരെ, പുരോഹിതരെ, ഇടയന്മാരെ, സഭാധികാരികളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം സംഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് ബ്രദർ തോമസ് ജോർജ്.